ഇന്ന് നമ്മളൊരു ചിക്കൻ റോസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജയൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഒരു 2 kg അടുത്ത് വരും. നന്നായിട്ട് ഔട്ട്സൈഡൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടിയ ചിക്കനാണ്. അകത്തൊക്കെ ഉള്ളത് മാറ്റിയിട്ട് നന്നായിട്ടൊരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് ടാപ്പ് ചെയ്തെടുക്കണം. അതിന് വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് ഉണ്ടാക്കാനൊരു മസാലയാണ് കേട്ടോ. സാധാരണ നമുക്ക് ഉപ്പും കുരുമുളകും ഇച്ചിരി ഒലിവ് ഓയിൽ മാത്രം, അതായത് റോസ്മേരിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇന്നൊരു നമ്മുടെ ഒരു ഇന്ത്യൻ വേർഷനും കൂടെ ഉള്ള ഒരു മസാലയും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 1 ടീസ്പൂൺ നിറയെ, അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3-4 ഏലക്ക, ഗ്രാമ്പു 2-3 അത്രയും ചേർത്തൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഞാനത് അതിൻ്റെ ഏലക്കായുടെ തൊലിയൊന്ന് മാറ്റിക്കളയുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ തൊലി ഇങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ ഈസിയാണ് നമുക്ക്. തൊലി മാറ്റണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ അന്ന് പൊടിഞ്ഞ് കഴിയുമ്പോൾ ഏലക്കായുടെ ഔട്ടർ ലെയർ എടുത്ത് മാറ്റിക്കളയാം. അപ്പം അത് കടിക്കാനായിട്ട് കിട്ടില്ല നമുക്ക്. അപ്പോൾ ഗരം മസാലയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ പപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരുപാട് അങ്ങനെ ഓവറായിട്ട് നിൽക്കരുത് കേട്ടോ നമ്മുടെ മസാലയുടെ ടേസ്റ്റ്. പിന്നെ ഞാനതിനകത്തേക്ക് നമുക്ക് സിനമൺ പൗഡർ പൊടിച്ചെടുത്ത് ചേർക്കാം. ഞാനത് സിനമൺ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇന്ത്യൻ വേർഷനും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ ചേർത്തു. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തു. ചതച്ച മുളക് ചേർത്ത് കൊടുത്തു. ചതച്ച മുളക് 3/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്തത്. പിന്നെ കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. പൊടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തു. ഞാനത്തേക്ക് അതൊരു ബോളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഒലിവ് ഓയിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ 2 വലിപ്പമുള്ള മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. വെളുത്തുള്ളി കുറച്ചധികം ഇരിപ്പുണ്ട്. അപ്പോൾ 1 കുടം വെളുത്തുള്ളി ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും പേസ്റ്റാക്കി എടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഗ്രില്ല് ചെയ്യുക 45 to 50. ഈസിയാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ. 2 പ്രാവശ്യമൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പൗഡർ റെഡിയാക്കി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി പൗഡറിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡിയാക്കിയിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ ചിക്കനിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ലെമൺ വെക്കാം കേട്ടോ. നമുക്ക് ലെമണ് അപ്പോൾ അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ ലെമണോ ഓറഞ്ചോ ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ മീറ്റിൻ്റെ അകത്തേക്ക് മസാലകളൊക്കെ പിടിക്കാൻ ഇച്ചിരി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജെയ്മി ഒലിവറിൻ്റെ ഒരു ബിഗ് ഫാനാണ്. സാധാരണ ലെമൺ വെക്കാതെ ലെമൺ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അതായത് നല്ല ചൂടുണ്ട് ഇതിന്. മൈക്രോവേവ് ചെയ്തെടുത്താണ് കേട്ടോ. കഴുകിയിട്ട് നന്നായിട്ട് മൈക്രോവേവ് ചെയ്തെടുത്തിട്ട് ആ ചൂടോടുകൂടിയാണ് ലെമണിൻ്റെ ചിക്കൻ്റെ അകത്ത് വെക്കണം. അപ്പോൾ അതൊരു പ്രത്യേക സ്വാദായിരുന്നു കേട്ടോ. മീറ്റ് സോഫ്റ്റുമായി കിട്ടും, ടേസ്റ്റുമായി കിട്ടും മീറ്റ്. ഇതിൻ്റെ കൂടെ ഞാൻ 2 വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞ് അതിൻ്റെ അടിയിൽ ഒരു ബെഡിങ് പോലെ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിക്കന് നല്ല കിച്ചൺ ടിഷ്യൂ കൊണ്ട് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് മാറ്റിക്കളയണം. ആദ്യം തന്നെ ഇനി ഇതിനകത്തേക്ക് മസാല പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് എല്ലാം ഇട്ടാണ് നമ്മൾ പൊടിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക്കിന് സ്കിൻ പൊക്കേൻ്റെ അകത്തേക്ക് എത്രയോ ചേർത്ത് കൊടുക്കാൻ പറ്റും. നമ്മുടേതായ വേഷനിലാണ് ഉണ്ടാക്കുന്നത്. പ്രോപ്പറായിട്ടാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് മുഴുവൻ സൈസ് കൊടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കാണും. പറ്റുന്നിടത്തോളം സ്കിന്നിൻ്റെ അടിയിലേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മസാലയുടെ അതിൻ്റെ മുകളിലേക്ക് തിരുമ്മി പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ വെക്കാം. കൂടുതൽ സമയം വെക്കാൻ സമയത്തിനെങ്കിൽ അത്രയും നല്ലത്. പേസ്റ്റിൻ്റെ കളർ നോക്കും, നല്ല ബ്യൂട്ടിഫുൾ. ഞാൻ ഒരു കാര്യം മറന്നുപോയത്, ഞാൻ ഇതിനകത്ത് കുറച്ച് മല്ലിയില ഫ്രോസൺ ചെയ്ത് വെച്ചിരുന്നു കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. അത് എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും കുക്കിംഗ് പെട്ടെന്ന് എടുത്തിട്ട് കഴുകി ഉണക്കി ക്രോസ് ചെയ്തതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടേതായ ഒരു വേഷനാണ് ഞാൻ പറഞ്ഞത്. പ്രോപ്പറായിട്ടുള്ള കുക്കിംഗ് ഗ്രില്ലാണെന്ന് വെച്ചാൽ അല്ല, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റിയെടുക്കുക. പക്ഷേ ഞാൻ പറയാട്ടോ അവസാനം ഏതായിരുന്നു ടേസ്റ്റിന്. ജസ്റ്റ് ഉപ്പ്, കുരുമുളക്, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹെർബ്സും കൂടെ ചേർത്ത് റെഡിയാക്കുന്നതാണോ, അത് നമ്മുടെ ഇന്ത്യൻ വേർഷൻ ചേർക്കുന്നതാണോ നല്ലതെന്ന് പറയാം അവസാനം.
അപ്പോൾ മസാലകൾ ഞാൻ എല്ലായിടത്തേക്കും ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, മസാല തേച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ഒരു സൈഡ് മുഴുവൻ തേച്ച് കഴിയുമ്പോൾ മറ്റേ സൈഡിൽ ഇത് റിപ്പീറ്റ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് പൊടികളും കൂടെ ചേർത്ത് അതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ തിരുമ്മി പിടിപ്പിക്കട്ടെ. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ വെഡ്ജസ് ആണ് ചെയ്യണത്. നമ്മൾ സ്റ്റോർ ബോട്ടം ചിപ്സൊക്കെ മേടിക്കുന്നതിനേക്കാളും എപ്പോഴും ഹെൽത്തിയാണത്. അപ്പോൾ അതിലും ഇച്ചിരി ഒരു മസാലയൊക്കെ ഒന്ന് ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത്. മസാല എല്ലാത്തിലും ഒന്ന് ചേർത്തേക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കണം, അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബൗളിലേക്ക് അല്പം ഒലിവ് ഓയിൽ ചെയ്തിട്ട് എല്ലാ മസാലയും കൂടെ പോകുന്നു. അപ്പോൾ ഞാൻ സ്റ്റീംഡ് നല്ല ചൂടുണ്ട് കേട്ടോ ലെമൺ നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓണിയൻസ് വലിപ്പമുള്ള പീസായിട്ട് മുറിച്ചിട്ടിരിക്കുന്നത് അതൊരു ലെയർ കൊടുക്കാം. കുറച്ച് ഞാൻ ഗാർലിക്ക് മാറ്റി വെച്ചിരുന്നു. അത് ചെറുതാക്കണമെന്നൊന്നുമില്ല, കാരണം നമുക്കൊരു 45 to 50 മിനിറ്റ്സ് ചിക്കൻ കുക്കായി ഗ്രില്ലായി വരുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതും കൊണ്ടാണ് ഞാൻ അതിനകത്തുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ചിക്കനിൽ ഒഴിച്ച് കഴിക്കാനുള്ള ഗ്രേവി, വേറെ ഗ്രേവി ഗ്രാനുവൽസ് ഒന്നും ഉപയോഗിക്കണം. അപ്പോൾ എല്ലാം ഒരു ഹെൽത്തി ഫാഷനാണെന്ന് ചുരുക്കം. അപ്പോൾ ബാക്കിത്തെ വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് കൊടുത്ത് അപ്പോൾ ഒരു ബെഡ് പോലെ കൊടുക്കുക. അപ്പോൾ ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് പ്ലേറ്റ്, അപ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. പിന്നെ ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കണേ. അപ്പോൾ ആദ്യം ഞാൻ ഗ്രില്ലിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിലിട്ട് വെച്ചിട്ടാണ് വെക്കണം. എന്നിട്ട് അവസാനം ഒരു 20-25 മിനിറ്റ്സിന് മുമ്പ് എടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ പാകത്തിന്, കളറൊക്കെ കിട്ടാൻ പാകത്തിന് ആക്കിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, മുകൾ ഭാഗം ആകും കുക്കാവില്ല. അപ്പോൾ ചിക്കൻ റെഡിയാക്കി വെച്ചു. നമുക്ക് പൊട്ടറ്റോ വാഷ് ചെയ്തിട്ട് നമുക്ക് പൊട്ടറ്റോ വെഡ്ജസിൻ്റെ വലുപ്പത്തിൽ മുറിച്ച് മാറ്റുക. പൊട്ടറ്റോ നല്ല വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇത് അരിഞ്ഞിട്ട് സ്റ്റാർച്ചൊക്കെ കളയാനും നല്ലതാണ്. പിന്നെ അതിൻ്റെ വെള്ളം കളയാനുള്ള മടി കാരണം ഞാൻ ആദ്യമേ കഴുകി പിന്നെ ഞാൻ കഴുകാറൊന്നുമില്ല. പ്രോപ്പറായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ചിക്കനൊപ്പം കഴിക്കാൻ പൊട്ടറ്റോ വെഡ്ജസ് അങ്ങോട്ട് ഒരു സൈഡിൽ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഗ്രില്ല് വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി സ്കിന്നോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും ഹെൽത്തിയാണ്. നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ പൊട്ടറ്റോ വെഡ്ജസ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സിമ്പിളായിട്ട് ഉപ്പ്, അപ്പോൾ ഇത് നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ഉണ്ടായിരുന്നു പൊട്ടറ്റോസ്, അതുകൊണ്ട് ഒരു 1 kgയുടെ അടുത്തുണ്ട് കേട്ടോ. പൊട്ടറ്റോ വെഡ്ജസിന് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിൻ്റെ ഒലിവ് ഓയിൽ, പിന്നെ എന്ത് ഹെർബ്സ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ സാധാരണ റോസ്മേരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തു. റോസ്മേരി ചിലപ്പം ഒറിജിനലില്ലെങ്കിൽ നമുക്ക് ഡ്രൈഡ് മേടിച്ച് വെച്ച് എളുപ്പമാണ് കേട്ടോ. ഇത് നമ്മുടെ പപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ കാശ്മീരി ചില്ലി കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനകത്ത് ഞാനിച്ചിരി മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ചേർത്തു. നമ്മുടെ ചിക്കൻ ഒരു ഇന്ത്യൻ വേഷനുണ്ട്, അപ്പോൾ അതിലും ഒരു ടച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തു. ഇതിനകത്തേക്ക് ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അതും കൂടി ചേർക്കാം. ഡ്രൈ റോസ്മേരിക്കാണെങ്കിൽ വളരെ ഇൻറ്റൻസ് ഫ്ലേവർ ആയിരിക്കും കേട്ടോ, അപ്പോൾ കെയർഫുള്ളായിരിക്കണം. ഞാനിപ്പോൾ ചേർത്ത് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം പോർഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഒലിവ് ഓയിൽ ചേർത്തൊന്ന് എല്ലാ ഭാഗത്തേക്കും തിരുമ്മി യോജിപ്പിക്കാം. ബൗളിലൊക്കെ വലിയ ബൗളിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും ഈസി ആയിട്ടാക്കും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു വലിയ പാനിൽ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു 20-25 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. ഞാൻ സാധാരണ കേക്കിൻ്റെ കടിയിൽ കൊടുക്കുന്ന ലൈനിങ്ങിലാണ് ഇടണേ. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും, മറിച്ചിടാൻ ഈസി ആയിരിക്കും. പിന്നെ ചതച്ച വെളുത്തുള്ളി കുറച്ച് ഇടയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഇങ്ങനെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസിൻ്റെ റെഡിയായി. പൊട്ടറ്റോ വെഡ്ജസ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ടൊന്ന് മറിച്ചിടണം. അപ്പോൾ എല്ലാ ഭാഗവും എന്തെങ്കിലും ആവാത്തതുണ്ടെങ്കിൽ ഒന്നും ആയിരിക്കും. ചിലപ്പോൾ ഈക്വലായിട്ടുള്ള സൈസൊന്നും ആയിരിക്കില്ല എല്ലാം, അതുകൊണ്ട് അപ്പോൾ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ചിക്കൻ റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ 20-25 മിനിറ്റ് മുമ്പ് ഞാൻ മുകളിൽ ഓയിൽ പേപ്പർ മാറ്റി ഈ സൈഡ് റെഡിയാക്കി. ഇനി ഒന്ന് തിരിച്ച് വെക്കാം.
മറ്റേ സൈഡും കൂടി ഒന്ന് കളറാക്കിയിട്ടെടുക്കാം. വായിൽ വെള്ളം വരണ്ടെന്നറിയാം എല്ലാവർക്കും. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ തിരിച്ച് വെക്കുക. മറ്റേ സൈഡ് ഒന്ന് കളറാക്കി എടുക്കുക. ഇപ്പോൾ ഒനിയനൊക്കെ നമ്മുടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈസിയാണ്. അത് മിക്സിയിലിട്ട് ഒരു അടി കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് ഞാൻ പറയാം. ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഒരു എന്താ പറയുക, മസാലയുടെ ഒരു കുത്തൽ ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ട് ഫോയിൽ പേപ്പർ വെച്ച് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടേ കട്ട് ചെയ്യാവൂ കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മുറിച്ച് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സാലഡും കൂടെ ക്വിക്ക്ലി റെഡിയാക്കി എടുക്കണം. നമ്മുടെ കയ്യിലുള്ള എന്ത് ലീവ്സോ എന്തെങ്കിലും ലീവ്സ് ആയിക്കോട്ടെ, അതിനൊരു ഡ്രസ്സിങ്ങും കൂടെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വെച്ചിരിക്കുകയാണ്. ഞാൻ സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ റെസിപ്പീസ് നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ പച്ചക്കറികളും സാലഡൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് സാലഡ് ഡ്രസ്സിങ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഹെൽത്തി വേഷനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അറിയാതെ ഇറങ്ങിപ്പോക്കോളും. പക്ഷേ സാലഡിൻ്റെ ഡ്രസ്സിങ് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്കത് കഴിക്കാനും പറ്റും കേട്ടോ. ചിക്കൻ ചേട്ടായി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ ആ നാരങ്ങ കളയരുത് കേട്ടോ. ആ നാരങ്ങ നമുക്ക് ചേർക്കും, നമ്മുടെ ഗ്രേവിയിൽ ചേർക്കും. സാലഡ് ഡ്രസ്സിങ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒഴുകി വരും അകത്തെ സാധനങ്ങളെല്ലാം. അതിൻ്റെ കുരു മാത്രം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് എല്ലാത്തിനും ചേർക്കാം. അപ്പോൾ അതും എക്സ്ട്രാ ഒരു ഫ്ലേവർ കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ പ്ലേറ്റ് ചെയ്തിട്ട് കേട്ടോ ഏകദേശം കഴിഞ്ഞു. സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കുന്നതിൻ്റെ ബഹളങ്ങളാണ് കേൾക്കുന്നത്. അപ്പം സാലഡിനൊക്കെ ഉള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്യട്ടെ. അപ്പം നിങ്ങളും പോയി റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ. അപ്പോൾ എനിക്ക് എപ്പോഴും സിമ്പിളായിട്ടുള്ള മാറിനേഷൻ കൊണ്ട് ഗ്രില്ല് ചെയ്തെടുക്കണമെന്നുണ്ടോ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള. ഇതൊരു നമ്മുടേതായ ഒരു വേഷനാണ് എങ്കിൽ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പ്ലെയിനായിട്ട് എത്രയും മസാല കുറയ്ക്കാവോ അത്രയും നല്ലതാണ്. അപ്പോൾ ഗരം മസാലയൊക്കെ ഇടുമ്പോൾ ഒരുപാട് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എനിക്ക് പറ്റി ചിക്കൻ പെർഫെക്റ്റ് ആയിരുന്നു. അതിൻ്റെ മസാലകൾ കുറച്ച് ഊരി ഇറങ്ങുമ്പോൾ ആ ഉള്ളിയിലേക്കും കൂടുതലധികം പിടിച്ചു. ഗ്രേവിക്ക് ഇച്ചിരി ഇൻറ്റൻസ് ഫ്ലേവറായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ടേസ്റ്റിനൊക്കെ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. അപ്പം നാരങ്ങ മുറിച്ച് ബാക്കി എല്ലാത്തിലും ചേർക്കട്ടെ. നമുക്ക് ഡ്രസ്സിങ്ങിലും എല്ലാത്തിലും ചേർക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഗ്രേവി ഉണ്ടാക്കുന്നതിലൊക്കെ ഞാൻ ഇച്ചിരി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ സാലഡ് ഡ്രസ്സിങ് കുട്ടികൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഹെൽത്തി ആക്കാൻ ഇച്ചിരി നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചിയ സീഡും ഫ്ലാക്സ് സീഡുമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജെൻ ബ്ലോഗ്സ്. ഒരു വീക്കെൻഡ് സ്പെഷ്യലൊക്കെ ആയിട്ട് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്ന പോലെ. താങ്ക് യു, ബൈ. ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ. വേണ്ട